ഹായ്, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു കമൻറ്റ്, സുബി ഇസ്മായിൽ, ഡിയർ, ഫേസ് കണ്ടിട്ട് വിളർച്ച ഉള്ളതുപോലെ തോന്നുന്നു, HB നോക്കിയോ? HB എനിക്ക് കുറവാണ് കേട്ടോ. അപ്പം പറഞ്ഞിട്ടുണ്ട്, അതിൽ പറഞ്ഞ് ഞാൻ വീഡിയോ കാണും, കമൻസ് ആദ്യമായിട്ടാണ് ഇടുന്നത് എന്ന്. ഇനിയും തൊട്ട് എന്നും കമൻ്റ് ഇടണേ. അപ്പോൾ പുതിയ കുറേ പേര് സബ്സ്ക്രൈബേഴ്സും ഉണ്ട്, കമൻറ്റും വരുന്നുണ്ട്. അതിലൊത്തിരി സന്തോഷം. വീണ്ടും നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറിച്ചിട്ടിട്ട് പോണേ. അതുപോലെ ലൈക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഉടനെ ലൈക്കും ചെയ്തേരെ. അതുപോലെ കഴിഞ്ഞ ദിവസം ജൂലിയ പറഞ്ഞായിരുന്നു, ചേച്ചി ഞാൻ ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ച, ജൂലിയക്ക് അവൾ ജോലി ചെയ്യുന്നുണ്ട്, എൻ്റെ കൂട്ട് വണ്ണമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിനും വയ്യ, ഈയിടെയൊക്കെ വയ്യാതായിരുന്നു. ഇപ്പം അടുക്കള ജോലിയുള്ള സമയത്ത് എൻ്റെ വീഡിയോ ഓൺ ആക്കിയിട്ട് കാണാൻ പറ്റത്തില്ലെങ്കിൽ കേക്കും ഇരുന്ന് ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെക്കും. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇരുന്ന് ഇങ്ങനെ കേട്ടോടുന്ന വഴിക്ക് മീൻ വെട്ടുന്നതും കാര്യം കേട്ടോണ്ടേ പെട്ടെന്ന് എടുത്ത് താഴെ വെച്ചത്. അവൾക്ക് എനിക്കും ഇഷ്ടം ചിലരുടെ വീഡിയോയിൽ മീൻ വെട്ടുന്നേ, മീൻ കറിയൊക്കെ വെക്കുന്ന കാണാനേ. അപ്പം ഞാനും കാണും. അപ്പോൾ ഉടനെ എടുത്ത് കണ്ടെന്ന് അവൾക്ക് മീൻ വെട്ടുന്നേ, മീൻകറി വെക്കുന്നേ ഇഷ്ടമാണ് കാണുന്നത്. അതുപോലെ ഞാൻ വെക്കുന്ന പോലെ മീൻകറി വെക്കുന്നതെന്നൊക്കെ. ഞാൻ മിക്കവാറും എൻ്റെ ഈ മീൻകറി വെക്കുന്നത് ഞാൻ സ്കിപ്പ് ചെയ്യാത്തത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. ചിലരാണെങ്കിൽ നോൺ വെജ് കഴിക്കാത്തവരാ. വിജി മീൻ കഴിക്കത്തില്ലേലും വിജിയുടെ മീൻകറി കാണാൻ രസമാണ്, വെക്കുന്ന കാണാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഇരുന്ന് കാണുമെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. ചിലർ പറഞ്ഞു വിജിയുടെ ഫേസ് ഇന്ന് കണ്ടിട്ട് ഒത്തിരി നല്ലതായിട്ടുണ്ട്. കുഴപ്പമില്ല, ഒത്തിരി വ്യത്യാസമുണ്ട്. ദൈവം സഹായിച്ച്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രം തരത്തില്ലല്ലേ, ഇടയ്ക്ക് ഓരോ പ്രയാസങ്ങൾ വരും. അങ്ങനെല്ലാം തരണം ചെയ്തുകൊണ്ട് പോകുന്നു. പിന്നെ അതുപോലെ കഴിഞ്ഞ ദിവസം ഇത്രയും ജോമാസ് വേൾഡ് പറഞ്ഞ പോലെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും വ്യൂസ് എനിക്ക് തീരെ കുറവാണ്. അത് ഓരോരുത്തരിടുന്ന വീഡിയോയുടെ ഇതനുസരിച്ച്, അതിന് സബ്സ്ക്രൈബേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണാതെ ഇപ്പം നമ്മൾ ഡെയിലി ഇടുവാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ചിലർക്ക് ചെല്ലുന്നേ ഇല്ല. അവർ വാട്സപ്പിലൊക്കെ എൻ്റെ ഈ പ്രൈവറ്റ് നമ്പർ ഉണ്ടല്ലോ, അതിൽ വിളിച്ച് ചോദിക്കുമ്പോഴേ ചേച്ചി ഇപ്പം വീഡിയോ ഇടുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ പറഞ്ഞു യോ ഇടുന്നുണ്ടെന്ന്. പിന്നെ അവർ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴും മുഴുവൻ വീഡിയോകളും കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. അതൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്തൊക്കെ ടെക്നിക്കാണ്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഇന്നലെ ഒരു വെറൈറ്റി വീഡിയോ ഇട്ടത് കൊണ്ട് പലരും പറഞ്ഞാൽ ഇന്നൊരു വ്യത്യാസം, അല്ലെങ്കിൽ എന്നും കുക്കിംഗ് ഒക്കെ ഇല്ലെന്ന്. ഇന്നലെ ഒരു മെസ്സേജ് വന്ന്, നിങ്ങളുടെ പാചകം കൂടുതലും പാചകം കുറവാന്ന്. എന്തോ ഇങ്ങനെ പാചകം കുറവാണെങ്കിൽ ഇങ്ങനെ പാചകം അടിക്കും. താല്പര്യമുള്ളവരൊക്കെ ഇരുന്ന് കേൾക്കും, അല്ലാത്തവർ സ്കിപ്പ് അടിച്ച് തുടങ്ങി. പെണ്ണും പിള്ളയുടെ പാചകമായിട്ട് കേൾക്കാൻ ഞാൻ പറഞ്ഞ് പോകും. നമ്മളാരും പിടിച്ചിരുത്തി ഇവിടെ ഇരുന്ന് എൻ്റെ വീഡിയോ കാണണമെന്ന് പറയാനും പറ്റത്തില്ല. ഇഷ്ടമുള്ളവരൊക്കെ കാണും. അതുപോലെ ചില പുതിയ ചാനലുകാർ വന്ന് പറയും, ഞാൻ വന്നിട്ടുണ്ട്, അങ്ങോട്ടും വന്ന് കൂട്ടാകണേന്ന്. അപ്പം അന്നേരം ഞാൻ ആന്ന് പറയും, ഞാനിപ്പോൾ ഉള്ളതുപോലെ പറയണ്ടേ. അപ്പം അല്ലാതെ തന്നെ ഇപ്പം നമ്മൾ സ്ഥിരം കാണുന്ന ചില നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ വീഡിയോകളുണ്ട്. ഇപ്പം അവർ ഒരു വീഡിയോ ചിലത് 20-25 മിനിറ്റൊക്കെ ഉണ്ടെന്ന് വെച്ചോ, അത് ഫുള്ള് കാണുമ്പോൾ എത്ര മിനിറ്റ്? എനിക്കാണെങ്കിൽ അധികം സമയമില്ല. എല്ലാവർക്കും എൻ്റെ അവസ്ഥ തന്നെ. എനിക്ക് ഈ ഉച്ചയ്ക്ക് ഒരു 2-3 മണിക്കൂർ കിട്ടും. ആ സമയത്ത് പിന്നെ കണ്ടിന്യൂസ് കാണാനും പറ്റത്തില്ല. എനിക്ക് കണ്ണിന് പ്രോബ്ലം ഉണ്ട്, തലയ്ക്കും വേദന വരും. അതുകൊണ്ട് ഓരോരുത്തരുടെയൊക്കെ കാണും. ചിലതാണെങ്കിൽ ഞാൻ പകുതി കാണും, പിന്നെ എന്നിട്ട് പകുതി കാണുന്നത് 1 മിനിറ്റ്. അങ്ങനെ ഈ പകുതി കാണുന്നതുകൊണ്ട് ഒരു ദോഷമുണ്ട്. അന്നേരം ചിലപ്പോൾ കമൻ്റ് ഇടാൻ മറന്നു പോകും. പിന്നെ ആയിരിക്കും ഓർക്കുമ്പം ഇങ്ങനെ കിടക്കുമ്പോഴയ്യോ ഞാൻ അവർക്ക് കമൻ്റ് ഇട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത്. ചില സമയത്ത് ഇപ്പോൾ എനിക്ക് മിക്കവാറും എൻ്റെ മൊബൈലിനൊരു സോക്കേടുണ്ട്. നമ്മൾ കമൻ്റ് ഇടാനായിട്ട് പോയി ലൈക്കും ചെയ്യും, ആ മറ്റേ ലവിൻ്റെ ഇതും ഇടും. കമൻ്റ് എഴുതാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ കട്ട വർക്കാവത്തില്ല. പിന്നെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ട്, ചിലപ്പോൾ റീസ്റ്റാർട്ട് ചെയ്താൽ ഉടനെ ശരിയാവും, ചിലപ്പോൾ അതും ശരിയാവത്തില്ല. വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അകത്ത് ടൈറ്റിൽ ഇടാൻ നേരവും ഈ പ്രോബ്ലം. അങ്ങനെ ചില ദിവസങ്ങളിൽ മറന്നും പോയിട്ടുണ്ട്, പഴയ ടൈറ്റിൽ തന്നെ കിടന്നിട്ടുമുണ്ട്. വെള്ളം കുടിക്കട്ടെ. പിന്നെ എൻ്റെ മക്കളുമാരെ ഇന്നൊരു സംഭവം നടന്നു. ഒന്നാമത് എനിക്ക് ഇവിടെ ഒരു ഇച്ചിരി വേദന പോലെ ഉണ്ടായിരുന്നു. എൻ്റെ ഉച്ചക്കത്തെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോയി. കൊച്ച് അവിടെ ഇരുന്ന് കഴിക്കുന്നു. അപ്പച്ചുണ്ട്. പോൾമോൻ രാവിലെ കോളേജിൽ പോയി,
ട്വൽത്തിൻ്റെ അഡ്മിഷൻ ഫോമൊക്കെ നിറയ്ക്കാനും DD അവൻ കാരണം അത് പിന്നെ നോട്ടീസ് ഉണ്ടായിരുന്നു വാട്സപ്പിൽ, പേരൻസ് ഒന്നില്ലെങ്കിലും കുഴപ്പമില്ല, പിള്ളേർ തന്നെ വന്ന് ചെയ്താൽ മതിയെന്ന്. അങ്ങനെ ഇവൻ്റെ കൂട്ടുകാരനൂടെ പോയി. ഞാൻ കുളിച്ചോണ്ടിരുന്നോടെ കഥകെ കൊച്ചു കിടന്ന് ഭയങ്കര കൂട്ടും, മമ്മി മമ്മി. ഞാൻ ചോദിച്ചാൽ എന്തുവാടാ, ഞാൻ കുളിക്കുവാടാ കൊച്ചേ. എന്നിട്ട് ഡാഡി അടുത്തോ ഫോണിൽ കൂടെ സംസാരിക്കുന്നു. അപ്പം ഞാൻ അന്നേരം പ്രൈസമ്മ പറഞ്ഞ അപ്പച്ചനാ. അന്നേരം ഡാഡി എൻ്റെ അടുത്ത് പറഞ്ഞു പോളിനെ അറസ്റ്റ് ചെയ്തെന്ന്. ഞാൻ പറയൂ എന്തോ പോളിനെ അറസ്റ്റ് ചെയ്തെന്ന്. ഞാൻ ചോദിച്ചാൽ എന്തിന്? അപ്പം സൈക്കിള് കൊണ്ടുപോയെന്നോ എന്തെങ്ങാണ്ട് ഡാഡി പറഞ്ഞു. ഡാഡിക്കും ശരിക്കൊന്നും മനസ്സിലായില്ല. അപ്പം ഡാഡി അവരോട് ദേഷ്യപ്പെടുന്ന കേട്ട് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയെ തിരക്കേണ്ടിയേ ചോദിക്കേണ്ടിയേ അതായതെന്നൊക്കെ. അപ്പം ഞാൻ പെട്ടെന്ന് ഇവിടെ ഇതിൻ്റെ അകത്തുനിന്ന് റീച്ചാൻ പോയി. റീച്ച അതാണ്ട് പോളിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നു. ഡാഡി പോലീസിനോട് കിടന്ന് ദേഷ്യപ്പെടുന്നെന്നൊക്കെ. റീച്ചാൻ പട്ടൻ ഫോണങ്ങ് വെച്ച്. അപ്പം ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചെന്ന് അപ്പം ഡാഡി ഇങ്ങനെ ഹലോ, ഡാഡിയുടെ മൊബൈലിലാണ് വന്നതും കോള്. ഹലോ പോൾമോനെ എന്തുവാ എന്നൊക്കെ ഡാഡി ചോദിക്കുന്നു. അപ്പം ഡാഡി ചോദിക്കുന്നത് നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഫോൺ വാങ്ങിച്ചോണ്ടേ അതിൻ്റെ അകത്ത് വാട്സപ്പിൽ കൂടെ കോള് വന്നത്. ഒരു പോലീസ് ഓഫീസറുടെ യൂണിഫോം ഇട്ട് ഫോട്ടോ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പം ഞാൻ അന്നേരം പോലീസ് ഓഫീസർ അന്നേ പറഞ്ഞു ഹലോ സാർ, എന്തോ പറ്റി? ഹിന്ദിയിലാണ് ഞാൻ അങ്ങ് പുള്ളി ഹിന്ദിയിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്തോ പറ്റി, എന്തോ സംഭവം, നിങ്ങളാരാ? അല്ല പോളെന്ന് പിന്നെ എല്ലാം കഴിഞ്ഞിട്ടാ പോളെന്ന് ഡാഡിയുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചെന്ന്. നിങ്ങളുടെ മോനെ ഞങ്ങൾ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് മോൻ്റെ പേരെന്തോ വന്നപ്പോൾ ഡാഡി അങ്ങോട്ട് പേര് പറഞ്ഞു കൊടുത്തേ. എന്നാൽ ഞാൻ പറഞ്ഞു ഞാൻ പോളിൻ്റെ മമ്മിയാ. പോളിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. അവൻ പോൾ ഇന്ന് കോളേജിൽ പോയല്ലേ ഫീസൊക്കെ അടയ്ക്കാൻ. ഞാൻ പറഞ്ഞു ആന്ന്. അവൻ ഒരു മിനിറ്റ് തൊണ്ടയും കൊടുത്ത് ഞാൻ ഒരു സ്റ്റെപ്പ് സ്റ്റിൽസ് എടുത്ത് വൈകിട്ട്. ഷുഗർ ഫ്രീയുടെ സ്റ്റെപ്പ് സ്റ്റിൽസാണ്, അതിന് വിലയാണ്. ഷുഗർ ഫ്രീയുടെ ആയതുകൊണ്ട് 2, 4, 6, 8 എണ്ണത്തിന് 48 രൂപ. 48 രൂപ. എന്നാൽ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കോളേജിൽ പോയല്ലേ. ഞാൻ പറഞ്ഞു ആന്ന്. ബൈക്കിലാണോ പോയെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു അല്ല. അപ്പം കുറച്ച് നാൾ മുമ്പിട്ട് എനിക്ക് ആരോ വാട്സപ്പ് ഇങ്ങനെ, എനിക്ക് തോന്നുന്നു ഉഷാ വിജയകുമാറാണെന്ന് എൻ്റെ സബ്സ്ക്രൈബർ ആണെങ്കിൽ എനിക്ക് ആ വീഡിയോ ഒന്നുകൂടെ ഒന്ന് ആ വോയിസ് റെക്കോർഡൊന്ന് അയച്ചു തരണേ. എനിക്ക് വരുന്ന വാട്സപ്പ് എനിക്ക് കുറേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജൊക്കെ ഇടും. അപ്പം ഈ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്നില്ലേ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്ത്. ഇന്ന് ഞാനത് തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല. ആരായച്ചെന്ന് എനിക്കറിയത്തില്ല. ഇതുപോലെ ഒരു അപ്പം ഈ സംഭവം ഞാൻ പറഞ്ഞില്ല, ഫുള്ള് പറയട്ടെ. അപ്പം ബൈക്കിനകത്ത് എനിക്ക് പെട്ടെന്ന് ഇതാ മൈൻഡ് വന്നേ. അപ്പം ഞാൻ പറഞ്ഞു അല്ല അച്ഛാ ടീക്കെ, നിങ്ങളുടെ മോൻ ഫ്രണ്ട്സുകളുമായിട്ട് ഇവിടെ മസ്തി ചെയ്ത് അങ്ങനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തെന്നു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ സർ എൻ്റെ മോൻ്റെയിലോട്ടൊന്ന് ഫോൺ കൊടുത്തേ, പോളിൻ്റെയിലോട്ട് ഫോൺ കൊടുത്തേ. അത് പിന്നെ മുമ്പേ ഒന്ന് സംസാരിച്ചതല്ലേ. ഞാൻ പറഞ്ഞു എന്നാലും എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു സർ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിലോട്ട് ഫോൺ കൊടുക്ക്, എനിക്ക് അവനോട് സംസാരിക്കാം. എനിക്ക് അന്നേരം എവിടുന്ന് ധൈര്യം കിട്ടിയെന്ന് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഡാഡി അവിടെ നിന്ന് ഡാഡി എടുത്ത് പോകാൻ 50,000 രൂപ ചോദിച്ച്. നിങ്ങളുടെ മോനെ ഞങ്ങളിങ്ങനെ അറസ്റ്റ് ചെയ്ത് 50,000 രൂപയും കൊണ്ട് വന്നു. ഡാഡിയെ വരയ്ക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഇത് കേട്ടോന്ന് എനിക്കും അങ്ങ് എൻ്റെ നെഞ്ചെല്ലാം പടപട ഇടിച്ച്. ഇങ്ങനെ ഫോൺ എടുത്ത് ഇങ്ങനെ ആ വേട് പറഞ്ഞാൽ എൻ്റെ മൈൻഡിൽ എന്തോ ഒരു സ്പാർക്ക് വന്നതുപോലെ. എന്നാലും ഞാൻ ഇച്ചിരി ദേഷ്യത്തിൽ ഇങ്ങനെ സർ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാനാ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ നിങ്ങളുടെ ദാദായുടെ മീൻസ് വല്യപ്പനുമായിട്ട് ഇന്ത്യയിൽ ദാദാന്ന് അടുത്ത് പിന്നെ സംസാരിപ്പിച്ചതല്ലേ, ഞാൻ സൗണ്ട് കേൾപ്പിക്കാന്ന്. ഉടനെ ഒരു കരഞ്ഞുകൊണ്ടൊരു കൊച്ച് മമ്മി എന്നെ രക്ഷിക്കേ, മമ്മി എന്നെ രക്ഷിക്കേ വായോന്ന്. അപ്പം എൻ്റെ കുഞ്ഞിൻ്റെ സൗണ്ടല്ലേ, എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ സൗണ്ട് അറിഞ്ഞൂടെ. ഞാനിന്നേരം പറഞ്ഞു അച്ഛാ ടീക്കെ മേർക്കോ മാലും പെടായ. ഞാൻ നേരം നിങ്ങൾക്ക് ഓളി പോയി ഡാഡി എടുത്ത് പറഞ്ഞാൽ ഡാഡി വിഷമിക്കണ്ട, ഇത് അല്ലാത്ത ഫോണാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനും കട്ട് ചെയ്ത് പെട്ടെന്ന്. കാരണം റീച്ചാൻ വിഷമിച്ച് റീച്ചാൻ കോളേജിലോട്ട് പോകാൻ തുടങ്ങുമായിരുന്നു. റീച്ച ഇവനെ ഫോൺ ചെയ്തോണ്ടേ ഇവൻ ഫോൺ എടുക്കുന്നില്ല.
അപ്പോൾ റീച്ചാനങ്ങ് പേടിച്ചു പോയി. പിന്നെ കൂടെയുള്ള കൊച്ചനെ വിളിച്ചോണ്ടേ അവൻ എടുത്തിട്ട് പറഞ്ഞു ഞങ്ങളിങ്ങനെ ടോക്കൺ എടുത്തിട്ട് ഇവിടെ കോളേജ് ഇരിക്കുവാന്ന്. അപ്പോൾ പോൾ അടുത്തണോ പോളും എടുത്തു. പിന്നെ ഞാൻ കൊച്ചിനെ വിളിച്ചോണ്ട് കൊച്ചെടുത്ത്. അയ്യോ സമാധാനം അപ്പോഴേ സത്യം പറഞ്ഞായത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ വാട്സപ്പിൽ എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് പണ്ട് വന്നായിരുന്നു 2-3 മാസത്തിന് ആയെന്ന് തോന്നുന്നു. അതും ഈ ബോംബെയിലാ ഒരു മലയാളി ഫാമിലിയാണ്. ഇതുപോലെ വിളിച്ചു പറഞ്ഞ് നിങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്ത് ഇത്ര രൂപയും കൊണ്ട് വാങ്ങും. അപ്പോൾ രണ്ടാമതും ഫോൺ ചെയ്തോണ്ടേ പുള്ളി ഇങ്ങനെ ഫോൺ ചാലുമാക്കി വെച്ചിട്ട് ഭാര്യയ്ക്ക് പിന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്ത് സ്കൂളിൽ ചെന്ന് നോക്ക് കുഞ്ഞവിടെ ഉണ്ടോയെന്ന്. അവർ ചെന്ന് നോക്കണം കൊച്ചവിടെ ഉണ്ട്. അപ്പം പോലീസിൽ കംപ്ലയിൻറ്റ് ഞാൻ പറയാം എല്ലാവരും പറഞ്ഞു പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്ക്, ഇത് വീണ്ടും എന്തെങ്കിലും. എങ്ങനെ ഡാഡിയുടെ നമ്പരൊക്കെ കിട്ടിയെന്നുള്ളയാ എനിക്കറിയത്തില്ല. എന്തൊക്കെ സംഭവങ്ങളാണ് ഇപ്പം നടക്കുന്നതെന്ന്. 50,000 രൂപ കൊണ്ടു കൊടുക്കുക. അങ്ങനെ എന്തു വന്നാലും ഇന്നൊരു സംഭവം എന്നാ. പിന്നെ അവൻ വരുന്നിടം വരെ എനിക്ക് സമാധാനം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം പറഞ്ഞു മമ്മി ഞാനിവിടെ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു മക്കളെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം വന്നടാന്ന്. എന്തൊക്കെ സംഗതികളാണ് നടക്കുന്നത്. അങ്ങനെ റീച്ചാൻ ആ നമ്പർ നിൽക്കുന്നത് പാകിസ്ഥാനി എന്നുള്ള ഒരു നമ്പരാന്നാ പറയുന്നത്. ആർക്കറിയാം. പക്ഷേ അതിൻ്റെ അകത്തെ ആ ഐഡിയിൽ ആ ഫോട്ടോ കണ്ടിട്ട് നല്ലൊരു വിജയകുമാർ എന്നാ പേര് വന്നേക്കുന്നത്. വിജയകുമാർ ഒരു പോലീസ് ഓഫീസർ, നല്ലൊരു കടകട ഒരു പോലീസ്മാൻ. ഐ ഡി ഒക്കെ മാറ്റിക്കൂടെ മാർക്ക്. എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത്. ഡാഡി സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. പേടിച്ചു പോയി. തൊണ്ടയും കുറച്ചു നേരം സംസാരിക്കുന്നതിന് കുത്തി ചുമയാണ്. അപ്പം ഞാനിവിടെ മുറിയിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ അവിടെ ഒരാൾ ഇന്ന് ഷീറ്റ് മാറുന്ന ദിവസമായിരുന്നു. ഷീറ്റ് വിരിക്കുക. ഇവിടെ അകത്തേത് മൊത്തം ഞാൻ ചെയ്യും, അവിടുത്തെ അവനോട് ഞാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ മീൻ ഇരിപ്പുണ്ടായിരുന്നു. മീൻ എടുത്തൊന്ന് വെട്ടിക്കറി വെക്കണമെന്ന് വെച്ച്. അന്ന് മീൻ ഞാൻ സൺഡേ വാങ്ങിച്ചില്ലേ, പീസാക്കിക്കൊണ്ടല്ലേ വന്നത്. അതുകൊണ്ട് നമുക്ക് എളുപ്പം അങ്ങ് സ്കിൻ കളഞ്ഞ് എടുക്കാം. അപ്പോൾ ഇന്നാളി ഞാനിങ്ങനെ ഈ കട്ടിമ്പാടിൻ്റെ അകത്ത് വെച്ച് മീൻ വെട്ടിയുണ്ടേ ഉദയശ്രീ പറയവാ വിജി ആ കട്ടിമ്പാടിൻ്റെ മുകളിലുള്ള എല്ലാം കൂടെ അരിഞ്ഞ് സാലഡാക്കി കഴിച്ചാൽ മതി, വിശപ്പ് മാറുമെന്നോ അസുഖമോ എന്തോ ഒരു കുറേ നാളായി ആ കമൻറ്റ് വന്നിട്ട് കേട്ടോ. അങ്ങനെ അത് എല്ലാം ഈ വെജിറ്റബിൾസിൻ്റെ ഒക്കെയാണ്. അപ്പോൾ ഇവന്മാർ രണ്ടും കൂടെ ഉണ്ടെങ്കിൽ അവധിയായപ്പം പിന്നെ നമുക്ക് ജോലി പെട്ടെന്ന് അങ്ങോട്ട് തീരത്തില്ല. ചില സമയത്തിരുന്ന് നല്ലതായിട്ടിരിക്കും. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം ആ ഊണോ കളിക്കാൻ ഇരുന്നാൽ തന്നെ പ്രൈസിൻ്റെ ഒരു സ്വഭാവമുണ്ട്. തോറ്റെന്ന് പറഞ്ഞാൽ അവൻ്റെ അവിടെ കടന്ന് ചാടും. ഞാൻ പറയടാ ജീവിതത്തിൽ ജയവും തോൽവിയും എല്ലാം ഉണ്ട്, അതൊന്ന് നീ മനസ്സിലാക്കണം. എപ്പോഴും അങ്ങ് ജയിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ? ആദ്യം ഇനി ഞാൻ പ്രശ്നം ഉണ്ടാക്കത്തിലും പറഞ്ഞ് ചെല്ലും. എന്നിട്ട് അവസാനം തോറ്റ പ്രശ്നമാണ്. പിന്നെ പോളും മോശമല്ല, ഇവൻ തോറ്റ അയ്യേ നീ തോറ്റല്ലോടാ അങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ ഇവൻ ഒന്നുകൂടെ ഒന്ന് ചൊറിയും. ഞാൻ പറയാം നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിച്ചാൽ അതനുസരിച്ച് ഉച്ചക്കത്തെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രൈസമൻ പറഞ്ഞില്ലായിരുന്നു കപ്പ വാങ്ങിക്കാൻ. അപ്പം ഞാൻ കൊച്ചിനോട് പറഞ്ഞില്ല മോനെ മമ്മിയുടെ അവസ്ഥ വെച്ചിട്ട് മാറട്ടെ എന്നിട്ട് വാങ്ങിക്കാമെന്ന്. അപ്പം അഖിൽ പറയാം ചേച്ചി അതൊന്നും കാര്യമാക്കണം, ചേച്ചി ഇച്ചിരി അങ്ങ് കപ്പ വാങ്ങിയില്ല ചേച്ചി, ഒരു ഇച്ചിരി അങ്ങ് ചേച്ചി കഴിച്ചു. അത് വായിച്ചിട്ട് തന്നെ എനിക്ക് ചിരി വന്നെന്നുള്ളതാണ്. പിള്ളേരുടെ ബഹളം താഴെ കേൾക്കുന്നത്. ഞാൻ കൊച്ചൻ താപ്പോട്ട് പോയിട്ടുണ്ട്. ഇച്ചിരി കഴിഞ്ഞ് എനിക്കൂടെ അങ്ങോട്ട് പോകണം. തന്നിങ്ങ് കയറി വരണമെന്നോ തന്നെ വരക്കൊന്നുമില്ല. കഴിഞ്ഞ ദിവസവും തന്നെ വരാമെന്നും പറഞ്ഞ് പോയിട്ട് പിന്നെ ഞാൻ വിളിക്കാൻ പോകേണ്ടി വന്നു. നമുക്ക് പേടിയാണ് തന്നെ വിടാൻ. വല്ല അടിയും ബഹളവും ഉണ്ടായാൽ അത് മതി. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നോക്കി ഇരിക്കുന്നത്. വിട്ടാലും സമാധാനത്തോടെ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ വിടുന്നതിൻ്റെ ഉദ്ദേശം ഇവരിങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നാലേ കുറച്ച് കഴിഞ്ഞും മറ്റുള്ളവരുമായിട്ടൊക്കെ ഒന്ന് ഒന്ന് വേണമെങ്കിൽ ഇല്ല ഒറ്റയ്ക്കാണെങ്കിൽ അവർക്ക് പിന്നെ അവരത് ഇച്ചിരി കൂടെ വലുതാകുമ്പം ആളുകളുമായിട്ട് ഇടപെടാൻ അവർക്കൊരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഞാൻ എന്നാ ഒന്ന് പോട്ടെന്നും പറഞ്ഞ് ചെയ്തതാണ്. അപ്പോൾ ഇതെല്ലാം വെട്ടിക്കഴുകി കറി വെക്കാനായിട്ട് വെള്ളം വാലാനായിട്ടൊന്ന് വെക്കുന്നുണ്ട്. ഒരു 3-4 പീസ് എടുത്തൊന്ന് വറക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പം മാംഗോയുടെ സീസണല്ലേ. അപ്പം മാംഗോയുടെ സീസൺ ആകുമ്പോൾ ഈ മാംഗോ ജ്യൂസ്, ഫ്രഷ് ജ്യൂസ് ഇങ്ങനെ അവർ കൊണ്ടുവയ്ക്കും. അതായത് ഈ ഗാർഡനിലെ പാർക്കിൻ്റെ അവിടെയൊക്കെ ഫ്രണ്ടിലാണ് കൊണ്ടുവെക്കുന്നത്. അപ്പോൾ റീച്ചൻ രാവിലെ ബാഡ്മിൻ്റൺ കഴിഞ്ഞ് വരുമ്പം അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഈ പാക്കറ്റിൽ അവരൊരു പാക്കറ്റിലായിട്ടും വെക്കും, അല്ലാതെ 20 രൂപ കൊടുത്താൽ ഒരു ഗ്ലാസ്സിൽ ജ്യൂസ് കുടിക്കാനും അങ്ങനെയും ഉണ്ട്.
അപ്പോൾ രാവിലെ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഞാനിപ്പോൾ അവർക്കെല്ലാം ഒന്ന് കൊടുത്തതാണ്. ഈ പോൾ ചില സമയത്ത് കാണിക്കുന്ന വേലകൾ കണ്ടാൽ ഞാൻ ജ്യൂസ് കൊടുക്കാൻ അങ്ങോട്ട് പോയപ്പോഴും കട്ടിലെ പഠിക്കാനായിട്ടിരിക്കാൻ വന്നതാണ്. അപ്പം കഴുത്തിന് എക്സർസൈസ് എങ്ങാണ്ട് ചെയ്യുക. അവൻ അറിയുന്നില്ല ഞാൻ എടുക്കുന്നത്. ലാസ്റ്റിൽ അവൻ്റെ ഒരു എക്സ്പ്രഷൻ കാണാൻ നോക്കിക്കോണേ. അന്നേരം ഞാൻ എടുക്കുക എന്നുള്ളത് കണ്ടത്. അവനില്ലേ ഒരു നോട്ടം നോക്കിയിട്ട് തലയിട്ട് ഒരു മേപ്പോട്ടിങ്ങനെ ആക്കി കാണിക്കും. എനിക്കങ്ങ് ചിരിയും വന്ന് കണ്ണടച്ചിരിക്കുക. അതെടുത്തതൊരു അല്ലാതെ വെർട്ടിക്കലിലല്ലായിരുന്നു എടുത്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. കണ്ണ് തുറന്നിരിക്കുമായിരുന്നെങ്കിൽ എന്നെ കാണാമായിരുന്നു അവന്. ഇപ്പോഴാണ് കണ്ടത്. പിന്നെ അവർക്കൊക്കെ ജ്യൂസ് കൊടുത്തിട്ട് വന്ന് കഴിഞ്ഞ ദിവസം നോക്കിയാണെങ്കിൽ ഉലുവാപ്പൊടി തീർന്നിരിക്കുമായിരുന്നു. അപ്പം ഇനിയില്ല, ഉലുവ വാങ്ങിച്ചതും കുറച്ചേ ഉള്ളൂ. അത് പെട്ടെന്നൊന്ന് ചൂടാക്കി ഒന്ന് വറക്കാമെന്നും പറഞ്ഞ് വെച്ചാൽ എനിക്ക് ഉടനെ ഇനിയും വേണം, അച്ചാറിടാൻ എനിക്ക് ഉലുവ വേണം. അപ്പോൾ മീൻകറി വെക്കാനായിട്ട് വെച്ച് അതൊന്ന് ആറിക്കഴിഞ്ഞെന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ചെയ്യാമെന്ന് വെച്ചാൽ ചിലപ്പം മറന്നു പോവും. ഈ ഉലുവാപ്പൊടി എടുക്കുന്ന സമയത്തെ ഓർമ്മ വരത്തുള്ളൂ. പക്ഷെ മീൻ വാങ്ങിച്ചതേ നല്ല ഫ്രഷ് മീനായിരുന്നു. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ നല്ലതായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ മത്തിയും ഇതുകൂടെ 600 രൂപയെന്ന്. ഇന്നലെ ലേഖ കമൻറ്റ് ഇട്ടപ്പോഴേ അറിയുന്നു വിജി അത് കൂടുതലല്ലേന്ന്. മത്തി പക്ഷേ എനിക്കും തോന്നി ഇച്ചിരി കൂടിപ്പോയെന്ന്. ഒരു 500 രൂപ ശരിയായിരുന്നേക്കാം. അങ്ങനെ മീൻ്റെ എല്ലാം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റി മഞ്ഞൾപ്പൊടി ചേർത്ത് കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്ത് അതൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് അരപ്പൊന്ന് തിളയ്ക്കാനായിട്ട് ഇനിയും വിട്ടിട്ടുണ്ട്. ആ അരപ്പ് തിളയ്ക്കുന്ന നേരം കൊണ്ട് ഞാൻ പിന്നെ തുണികൾ ഇന്നും കഴുകാനുണ്ടല്ലേ. ഓരോരുത്തർ ചോദിക്കുന്ന ചേച്ചിക്ക് ഒരു അലക്ക് കമ്പനി തുടങ്ങാമെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ആരുടെ പേര് പറയുന്നില്ല. പിന്നെ പേരെപ്പോഴും പറയുന്നതിലേക്ക് ഈ ആളുടെ പേര് മാത്രമേ നിങ്ങൾ പറയുന്നല്ലുള്ളൂ എന്ന്. അതുകൊണ്ട് പേര് പറയുന്നില്ല. എന്നിട്ട് എന്നോട് അന്നൊരു കമൻറ്റ് ഇട്ടയാ, ചേച്ചിക്ക് ഒരു അലക്ക് കമ്പനി തുടങ്ങാം, പിന്നെ അലക്കി റീചാർജ് എടുത്തിട്ട് അലക്കല്ലേന്ന്. ചിലരുടെ കമൻറ്റ് കേൾക്കുമ്പോൾ ചിരിയും വരും, സത്യം പറഞ്ഞാൽ. അങ്ങനെ തുണികളൊക്കെ ഇനി ഒന്ന് എടുക്കട്ടെ, ഒന്ന് വിരിച്ചിടാനായിട്ട് പാർട്ടാക്കി 3 പാർട്ടായിട്ട് തുണികൾ എടുക്കണം. ഇന്നലത്തെ തുണികൾ അവിടെ കിടക്കുന്നു, അതിനി എടുത്ത് മാറ്റിയിട്ട് വേണം ഇന്നത്തേത് ഇനി ഇടാനുള്ളത്. ഇപ്പോൾ ഇനി മഴ വരുമ്പം തുണി ഉണങ്ങാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഈ പാസേജിലും പിന്നെ നമ്മൾ ആ സ്റ്റാൻഡ് വാങ്ങിച്ചില്ല, അതിൻ്റെ അകത്ത് ഇടാനേ ഒക്കത്തുള്ളൂ. ഉണങ്ങാൻ പ്രയാസം. ഡെയിലി കഴുകുന്നവർക്ക് തുണി ഉണങ്ങാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ബാൽക്കണിയിൽ ഇട്ടാലും എറിച്ചിലടിക്കും. ഇങ്ങോട്ടിങ്ങ് വെള്ളം വീഴത്തില്ല, പാരട്ടുണ്ടെങ്കിലും എറിച്ചിലടിച്ച് നനയും. ആ ഒരു ബുദ്ധിമുട്ടാണ്. എനിക്ക് ഒരു കമൻറ്റ് ഈ 3-4 ദിവസം കൊണ്ട് റോസ്വില്ല. സത്യം പറഞ്ഞാൽ ചാനലുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് ഇന്നാണ് മനസ്സിലായത് ചാനലുണ്ടെന്ന്. ചിലർ മിക്ക ഐഡിയ ആണെങ്കിലും നമ്മൾ കിച്ചൻ അല്ലെങ്കിൽ വേൾഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. ഇത് റോസ്വില്ലാന്ന് കണ്ടോണ്ടെങ്കിൽ എനിക്ക് തോന്നിയില്ല. പിന്നെ ഇന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്നിട്ട് പോയി സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ കണ്ടതുമില്ല. പിന്നെ അങ്ങനെ ഇന്ന് ജയേച്ചി ഇങ്ങനെ പറഞ്ഞോണ്ടേ ഞാൻ നോക്കിയോണ്ടേ എനിക്കൊരു ഷോട്ട് കണ്ട്. ആ ഷോട്ടിൽ കൂടെ ഞാൻ ഇന്നിപ്പം കയറി നോക്കിയത്. പക്ഷേ ഞാൻ മൊത്തം കണ്ടില്ല, ഒരു ഇച്ചിരി കണ്ടുള്ളൂ. ചാനൽ ഉണ്ടെന്ന് മനസ്സിലായില്ല. ഇനി എനിക്ക് ചിലരുടെ ചാനൽ നമ്മളിങ്ങനെ പേരടിച്ച് നോക്കുന്നു. മിഞ്ചീസ് വ്ളോഗ് ആണെങ്കിലും മിക്കവാറും എനിക്ക് വേറെ ഒരു ഇംഗ്ലീഷ് ചാനലാണ് എനിക്ക് അങ്ങനെ അടിക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഞാൻ ഈ കാണുന്നത് നമ്മുടെ ഹിസ്റ്ററി കാണുമല്ലേ, അത് ഞാൻ ഡിലീറ്റ് ചെയ്യത്തില്ല. ഇങ്ങനെ അത് തപ്പിപ്പോയി അതിൻ്റെ അകത്ത് എടുക്കും. അപ്പോൾ റോസ്വില്ല ഞാൻ ചിന്തിച്ച് ഏതോ ഒരു സബ്സ്ക്രൈബർ മാത്രമാണ് കേട്ടോ ഞാൻ ഇനി വീഡിയോകൾ കാണാൻ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ വരുന്ന മിക്ക ആൾക്കാരും ചിന്തിക്കുകയോ അങ്ങോട്ട് ഞാൻ പോയല്ലോ ഇങ്ങോട്ട് എൻ്റെ വന്ന് കണ്ടില്ലല്ലോ എന്ന്. സത്യം പറഞ്ഞ ഇതാ കാര്യം. നമ്മൾ കാണുവാണെങ്കിൽ ഓടിച്ചിട്ട് കണ്ടിട്ട് പ്രയോജനമില്ലല്ലേ, എല്ലാം കാണണ്ടേ. അതുകൊണ്ട് സമയത്തിന് എനിക്ക് ബുധൻ വെള്ളി 7:30 തൊട്ട് 9:30 വരെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണേ. അത് കഴിഞ്ഞുള്ള സമയത്തൊക്കെ ഈ ഉച്ചയ്ക്കൊക്കെ കിട്ടുന്നത് പറഞ്ഞില്ലേ, ചിലരുടെ വീഡിയോ 20-25 മിനിറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് സമയം ഒത്തിരി നേരം എനിക്ക് കണ്ടിന്യൂസ് നോക്കാം. 1-2 വീഡിയോ കണ്ടിന്യൂസ് നോക്കും. അപ്പോഴത്തേന് കണ്ണിന് പൊളപ്പ് വന്നിട്ട് നിഴലിച്ചയും വരും, തലവേദനയും വരും. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് കാണാറില്ല. അപ്പോൾ മീൻകറി ഞാൻ അടപ്പത്ത് വെച്ചിട്ട് മീൻ വറക്കാൻ 4 പീസേ വറക്കാൻ എടുത്തോളൂ. പിന്നെ ഒരു ഇച്ചിരി പരിഞ്ഞിലുണ്ടായിരുന്നു, ബാക്കി അവിടെ അങ്ങ് തന്നെ അവർ തല വെട്ടിയ ഉടനെ അവിടെ തന്നെ അങ്ങ് പോയി. അപ്പോൾ മീൻകറിയൊക്കെ തിളച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് ഇപ്പം നന്നായി വറ്റിയിട്ടുണ്ട് നമ്മുടെ മീൻകറി. പിന്നെ വൈകിട്ട് ഞാനും കൊച്ചുകൂടെ ഒന്ന് നടക്കാൻ പോയി.
മൊസാന്ത. നെയ്ച്ചാവൂലേ? പിന്നെ പിള്ളേരുടെ സൗണ്ട് കേൾക്കുന്നു. പിന്നെ നടന്നു വന്ന് കൊച്ച് താഴെ അവർ പിള്ളേരുമായിട്ടൊക്കെ ഒന്ന് കളിച്ചു ക്രിക്കറ്റ്. ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യണ്ട. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.